CPM-ന്റെ പാർട്ടി കോൺഗ്രസ് പ്രതിനിധി സമ്മേളന വേദിയായ സീതാറാം യെച്ചൂരി നഗറിന്റെ മുൻവശത്ത് ഒരു സെൽഫി കോർണർ സ്ഥാപിച്ചിട്ടുണ്ട്. പാർട്ടി ആചാര്യൻ, കമ്മ്യൂണിസ്റ്റ് ആചാര്യൻ കാൾ മാർക്സിന്റെ ഒരു രൂപം വെച്ച് അവിടെ സെൽഫി എടുക്കാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിരിക്കുന്നത്. ഇത്തരത്തിലൊരു രൂപമാണ് കാൾ മാർക്സിന്റെ. ഈ ഒരു പ്രതിമയാണ് ഇവിടെ ജീവസുറ്റ ഒരു പ്രതിമയെന്ന് തന്നെ പറയേണ്ടി വരും, ഒരു രൂപം എന്ന് തന്നെ പറയേണ്ടി വരും. അവിടെ ഇരുന്ന് ആളുകൾക്ക് മാർക്സിനോട് സംസാരിക്കുന്ന തരത്തിൽ സെൽഫി എടുക്കാനുള്ള അവസരമാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. നിരവധി ആളുകളാണ് അതിനകത്ത്, കുട്ടികളും അതുപോലെ തന്നെ പാർട്ടി പ്രവർത്തകരും അടക്കമുള്ള നിരവധി പേർ. ചെങ്കൊടിയൊക്കെ പിടിച്ച് ഒരു കുട്ടിയിരിക്കുന്നത്. പേരെന്നെ? அவினாஷ். இது யாரு? கார்ல் மார்க்ஸ். கார்ல் மார்க்ஸ் எப்படி தெரியும்? கார்ல் மார்க்ஸ் முன்னாடி தலைவர். CPM தலைவரா? எஸ். உங்க வீட்ல எல்லாரும் CPM-ஆ? எஸ். அப்பா டாட் நான் நீங்கயும் CPM-ஆ? எஸ். ഇത്തരത്തിൽ CPM-ന്റെ പാർട്ടി കുടുംബങ്ങൾ ഇപ്പോഴും ഇവിടെ ഈ മധുരയിൽ ഒരുപാടുണ്ട്. അത്തരം ആളുകളാണ് ഇവിടെ ഈ കുട്ടികൾ ഉൾപ്പെടെ ഉള്ളവരെ ഇവിടെ കൊണ്ടുവന്ന് ഈ സെൽഫി പോയിന്റിൽ ഉൾപ്പെടെ കൊണ്ടുവരുന്നത്. ഇങ്ങനെ ഈ ഒരു സെൽഫി കോർണർ വളരെ ശ്രദ്ധേയമാവുകയാണ്. ഇവിടെ നിരവധി ആളുകൾ സെൽഫി എടുക്കാനായി ഇവിടേക്ക് എത്തുന്നുണ്ട്. അവരെല്ലാം സെൽഫി എടുത്ത് കാൾ മാർക്സിനൊപ്പം സെൽഫി എടുത്ത് മടങ്ങുന്നു. എല്ലാവർക്കും ഒരു ആവേശമുണ്ടാക്കുന്ന കാര്യമാണ്. സെൽഫി എടുത്താൽ സെൽഫി എടുക്കും. കാൾ മാർക്സോട് സെൽഫി എടുത്തുക. അങ്ങനെ നിരവധി ആളുകളാണ് ഇവിടെ ഈ സെൽഫി എടുക്കാനായി എത്തുന്നത്. പാർട്ടി പ്രവർത്തകർക്കൊക്കെ അതൊരു ആവേശകരമായ കാര്യമാണ്. കേരളത്തിലൊക്കെ ഉള്ളതുപോലെ തന്നെ റെഡ് വോളണ്ടിയേഴ്സും ഇവിടെ ഇന്ന് സജീവമാണ്. വളരെ കുട്ടികളടക്കമുള്ളവർ റെഡ് വോളണ്ടിയേഴ്സായി ഇവിടെ എത്തുന്നുണ്ട്. എല്ലാവർക്കും ഈ സെൽഫി പോയിന്റാണ് ഇവിടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ആകർഷണമായി ഇന്ന് ഉള്ളത്. കുട്ടികളും പാർട്ടി പ്രവർത്തകരും ഒക്കെ നിരവധി പേർ ഇവിടെ സെൽഫി എടുക്കാൻ, കൊച്ചുകുട്ടികളടക്കമുള്ളവർ ഇവിടെ ഇതിനായി കാത്തു നിൽക്കുകയാണ്. സെൽഫി പോയിന്റിൽ സെൽഫി എടുക്കാനായി കാത്തു നിൽക്കുന്ന റെഡ് വോളണ്ടിയേഴ്സ് അടക്കമുണ്ട്. സല്യൂട്ട് ചെയ്യുന്നു. ആർക്കാ സല്യൂട്ട്? ഇൻകുലാബ് സിന്ദാബാദ്. CPIM ജിന്ദാബാദ്. ഇത്തരത്തിൽ കുട്ടികളടക്കം നിരവധി പേർ ഇവിടെ ഈ പാർട്ടി കോൺഗ്രസിന്റെ ഭാഗമാവുകയാണ്. മധുര നേതൃത്വം സൂചിപ്പിച്ച പോലെ CPM-ന് ശക്തമായ വേരോട്ടം ഉണ്ടായിരുന്ന ഒരു പ്രദേശമാണ്. ഇപ്പോഴും അതിന്റെ ബാക്കി പത്രമെന്നതിൽ പലയിടത്തും CPM-ന് ആ രീതിയിലുള്ള പ്രവർത്തകരുടെ പങ്കാളിത്തം ഇവിടെ ഉറപ്പാക്കാൻ കഴിയുന്നുണ്ട്. മധുര MP സു വെങ്കടേശൻ തുടർച്ച 2ാം തവണ MP ആയ ആളാണ്. DMK-യുടെ പിന്തുണയിൽ ഇപ്പോൾ CPM ഇവിടെ ജയിച്ചു പോകുന്നതെങ്കിൽ പോലും മുൻകാലങ്ങളിൽ CPM-ന് ശക്തമായ വേരോട്ടം ഉണ്ടായിരുന്ന ഒരു മണ്ഡലം കൂടിയാണ് മധുര.